പിണറായി മന്ത്രിസഭയിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ്, ദേവസ്വം വകുപ്പ്, പാർലമെന്ററി കാര്യ വകുപ്പ് തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയിലായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ സീറ്റിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടതായി വന്നു. അങ്ങനെ രാജിവെച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പകരക്കാരനായി ആരാണ് വരുന്നത് എന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കുറേ ദിവസങ്ങളായി ചർച്ചകൾ നടന്നു വരികയാണ്. പലതരത്തിലുള്ള ഊഹാപോഹങ്ങളാണ് ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായി പ്രചരിച്ചുകൊണ്ടിരുന്നത്. മന്ത്രിസഭ മൊത്തമായി ഒരുപക്ഷെ പുനഃസംഘടിപ്പിച്ചേക്കും, മറ്റു ചില മന്ത്രിമാർക്ക് സ്ഥാനചലനങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം, ആരായിരിക്കും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വരേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ പല കണക്കുകൂട്ടലുകൾ കുറെ ദിവസങ്ങളായി അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. CPM-ലും ആ കാര്യത്തിൽ ഒരു വ്യക്തത ഉള്ള സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 5 ദിവസങ്ങളായി തിരുവനന്തപുരത്ത് നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗവും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റും ഒക്കെ കഴിഞ്ഞപ്പോൾ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാവുകയും മാനന്തവാടിയിൽ നിന്ന് ഇപ്പോഴത്തെ നിയമസഭയിൽ അംഗമായിരിക്കുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ശ്രീമാൻ OR കേളുവിനെ കെ രാധാകൃഷ്ണന്റെ സ്ഥാനത്തേക്ക് മന്ത്രിയായി നിശ്ചയിച്ച് പ്രഖ്യാപിക്കുകയുമാണ് ഉണ്ടായത്. ഇതിനോടകം തന്നെ ഈ സ്ഥാനത്തേക്ക് വരുന്നതിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പലരും അണിയറ നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ പല പേരുകളും പുറത്തു വരികയും ചെയ്തു. എന്നാൽ ആ പേരുകളെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടാണ് രണ്ടാം തവണയും MLA ആയ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ സീനിയർ നേതാവ് എന്നറിയപ്പെടുന്ന ശ്രീ OR കേളുവിനെ ഈ സ്ഥാനത്തേക്ക് നിയോഗിച്ചത്. എന്നാൽ വളരെ വിചിത്രം അല്ലെങ്കിൽ അപ്രതീക്ഷിതം എന്ന് പറയട്ടെ, അദ്ദേഹത്തെ നിയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന വകുപ്പുകളിൽ കാര്യമായ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് കൊടുത്തിരിക്കുന്ന ഒരേ ഒരു വകുപ്പ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മാത്രമാണ്. ഇവിടെ കാണേണ്ടത് അദ്ദേഹത്തിന്റെ മുൻഗാമിയായിരുന്ന ഇപ്പോൾ രാജിവെച്ചു പോയ ശ്രീ കെ രാധാകൃഷ്ണൻ 2 പ്രധാന വകുപ്പുകൾ കൂടി പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പിനോട് ചേർത്ത് ഭരണം നടത്തിയിരുന്നു. 2 പ്രധാന വകുപ്പുകൾ എന്ന് പറയുന്നത്, ഒന്ന് ദേവസ്വം, 2 പാർലമെന്ററി കാര്യങ്ങൾ. ഇത് രണ്ടും താരതമ്യേന വളരെ പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ്. ഈ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വരുന്ന മന്ത്രിമാർക്ക് മുൻകാലങ്ങളിലൊക്കെ താരതമ്യേന അപ്രധാനമായ വകുപ്പുകൾ കൊടുക്കുന്നു എന്നുള്ള പരാതി എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. UDF-ന്റെ കാലത്തും LDF-ന്റെ കാലത്തും ഈ പരാതി ഉണ്ടായിട്ടുള്ളതാണ്. ആ പരാതി പലപ്പോഴും സത്യമാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. എങ്ങനെയോ ചരിത്രപരമായ കാരണങ്ങളാൽ ആ തരത്തിലുള്ള ഒരു സംവിധാനമാണ് തുടർന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ് ഈ പ്രാവശ്യം ശ്രീ കെ രാധാകൃഷ്ണനെ പട്ടിക ജാതി ക്ഷേമ വകുപ്പിന് ഉപരിയായി 2 പ്രധാന വകുപ്പുകൾ കൂടെ നൽകിയത്. അതിന്റെ പ്രധാന കാരണം ശ്രീ കെ രാധാകൃഷ്ണൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടി അംഗമാണ്. അദ്ദേഹം മുൻപ് മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം പലവട്ടം MLA ആയിരുന്നിട്ടുള്ളയാളാണ്. അങ്ങനെയുള്ള ഒരു പ്രത്യേക പരിഗണനയിലാണ് ശ്രീ രാധാകൃഷ്ണന് പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ കൂടി നൽകിയത്. അപ്പോൾ തന്നെ പല കോണുകളിൽ നിന്ന് അദ്ദേഹത്തിനെ ആ തരത്തിൽ പട്ടികവർഗത്തിന്റെ ഒരു മന്ത്രി എന്ന രീതിയിൽ വിവക്ഷിക്കുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങളും വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആ വിമർശനങ്ങളൊക്കെ അടിസ്ഥാനമുള്ളതാണ് എന്ന് തെളിയിക്കത്തക്ക രീതിയിലാണ് ഈ വകുപ്പ് വിഭജനം ചെയ്തിരിക്കുന്നത്. ഇത് സമൂഹത്തിന് ഒരിക്കലും ഒരു നല്ല സന്ദേശമല്ല നൽകുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹം പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളായി എന്നുള്ള ഒറ്റ കാരണത്താൽ അദ്ദേഹത്തിന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം മാത്രം നോക്കിയാൽ മതിയെന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി കരുതിയത് അല്പം കടന്ന കൈയായി പോയി എന്ന അഭിപ്രായമുണ്ട്.
എന്തുകൊണ്ട് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ നൽകിയില്ല? കുറഞ്ഞ പക്ഷം അദ്ദേഹത്തിന്റെ മുൻഗാമി വഹിച്ചിരുന്നതായ വകുപ്പുകൾ അതേപടി നൽകാൻ എന്തിന് വൈമുഖ്യം കാണിച്ചു? എന്താണ് ശ്രീ OR കേളുവിന് ആ തരത്തിലുള്ള അയോഗ്യത? എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ വകുപ്പ് നൽകാതിരുന്നു? ഈ ചോദ്യങ്ങളൊക്കെ പൊതുസമൂഹം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മറുപടി പറയാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ്. കാരണം സഹമന്ത്രിമാരുടെ വകുപ്പുകളൊക്കെ നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നാണ് പൊതുവെ ഉള്ള ഒരു സങ്കല്പം. എന്നാൽ ഇവിടെ കാണേണ്ടത് ഇത് മുഖ്യമന്ത്രി മാത്രമായി എടുത്ത ഒരു തീരുമാനമാണ് എന്ന് കരുതുക വയ്യ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ സെക്രട്ടേറിയറ്റും ഒക്കെ കൂടിയെടുത്ത തീരുമാനമാകുമ്പോൾ ഈ വകുപ്പിനെ സംബന്ധിച്ചും അവിടെ ചർച്ച നടന്നിട്ടുണ്ടാകും, അല്ലെ അതിന്റെ സൂചന മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ടാകും എന്ന് വേണം കരുതാൻ. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന സംസ്ഥാന കമ്മിറ്റിയോ സെക്രട്ടേറിയറ്റോ അദ്ദേഹത്തിന് ഇത്രയും നിസ്സാരമായ ഒരു വകുപ്പ് മാത്രം കൊടുത്ത് അദ്ദേഹത്തെ ഒരു തരത്തിൽ ഒതുക്കി നിർത്തുന്നത് ശരിയല്ല എന്ന ചിന്ത ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ ഇത് ഉണ്ടായില്ല. അതുകൊണ്ട് പാർട്ടിയുടെയും സമ്മതത്തോടു കൂടി ആയിരിക്കാം അദ്ദേഹത്തിൽ നിന്ന് പ്രധാനമായ 2 വകുപ്പുകൾ എടുത്തു മാറ്റിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ വകുപ്പ് മാറ്റിയപ്പോൾ എടുത്തു കൊടുത്തിരിക്കുന്നത് ഇതിനോടകം തന്നെ ഭാരിച്ച ചുമതലകൾ ഉള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്കാണ്. പാർലമെന്ററി കാര്യങ്ങളുടെ ചുമതല കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ എക്സൈസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടങ്ങിയ സുപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ശ്രീ MP രാജേഷിനാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ, സഹകരണം, പോർട്ട് തുടങ്ങിയതായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന VN വാസവനാണ് ദേവസ്വത്തിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മറ്റ് മന്ത്രിമാർക്ക് വളരെ പ്രധാന വകുപ്പുകൾ ഉണ്ടായിട്ട് കൂടി അവർക്ക് വീണ്ടും പ്രധാന വകുപ്പുകൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കടുത്ത വിവേചനം അല്ലെങ്കിൽ ഒരു സമതുലിതാവസ്ഥ അവിടെ ഉണ്ടായിട്ടില്ല. ഒരു പരിഗണനാ കുറവുണ്ടായി എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവുകയില്ല. ഇത് മുൻപൊരിക്കലും ഈ അടുത്ത സമയത്തുണ്ടായി. അതായത് സാധാരണയായി ഈ 2.5 വർഷം കഴിയുമ്പോൾ മന്ത്രിമാർ മാറുന്നത് ഏകകക്ഷി ഘടകകക്ഷികൾക്കുള്ള ഒരു പ്രത്യേക ഒരു സൗകര്യമാണ്. അങ്ങനെയാണ് 2.5 വർഷം കഴിഞ്ഞപ്പോൾ ശ്രീമാൻ ആന്റണി രാജു ഗതാഗത മന്ത്രി ആയിരുന്ന സ്ഥാനത്ത് ശ്രീ KB ഗണേഷ് കുമാർ അധികാരമേൽക്കുന്നത്. അവിടെ വകുപ്പ് മാറ്റം ഒന്നും ഉണ്ടായില്ല. ശ്രീ ആന്റണി രാജു കൈകാര്യം ചെയ്യുന്ന ഗതാഗത വകുപ്പ് അതേപടി KB ഗണേഷ് കുമാറിന് കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ അഹമ്മദ് ദേവർകോവിൽ എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ മന്ത്രി 2.5 വർഷം പൂർത്തിയാക്കി പോയപ്പോൾ അദ്ദേഹം ചുമതലയിലായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പായ പോർട്ട് വകുപ്പ് അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റിയാണ് അദ്ദേഹത്തിന് പകരം വന്ന ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് കൊടുത്തത്. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി കോൺഗ്രസ് എസിന്റെ പ്രതിനിധിയായി വരുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒരു മന്ത്രിസ്ഥാനം മതി എന്ന് അദ്ദേഹം തന്നെ വിചാരിച്ചത് കൊണ്ടാകാം അദ്ദേഹത്തെ വെറും ഒരു രജിസ്ട്രേഷൻ വകുപ്പ് മാത്രം ചുമതലയുള്ള ഒരു മന്ത്രിയാക്കി അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചത്. ഇപ്പോൾ ഒരു MLA മാത്രമുള്ള ഒരു കക്ഷിക്ക് വലിയ സമ്മർദ്ദമൊന്നും ചെലുത്താൻ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ സാധ്യമല്ല. പ്രത്യേകിച്ച് CPM നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നിടത്ത് യാതൊരു സമ്മർദ്ദത്തിനും ഒരു ഫലവും ഉണ്ടാവുകയില്ല. കൊടുക്കുന്നത് വാങ്ങി മിണ്ടാതിരിക്കാൻ മാത്രമേ അവർക്ക് നിവർത്തിയുള്ളൂ. KB ഗണേഷ് കുമാർ അല്പം അസ്വസ്ഥനാകുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വകുപ്പിൽ തൊടാനായി മുഖ്യമന്ത്രി ശ്രമിക്കാതിരുന്നത്. എന്നാൽ രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ വകുപ്പ് എടുത്തു മാറ്റി അദ്ദേഹത്തെ വകുപ്പില്ലാ മന്ത്രിയാക്കിയാലും അദ്ദേഹം മന്ത്രിയായി പ്രവേശിക്കും എന്ന ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുൻഗാമി ഉത്തരവാദിത്വം വഹിച്ചിരുന്ന വകുപ്പ് പോലും എടുത്തു മാറ്റി താരതമ്യേന അപ്രധാനമുള്ള ഒരു വകുപ്പായി അദ്ദേഹത്തിന് കൊടുത്തത്. അതുപോലെ തന്നെ കാര്യമായ വകുപ്പുകളൊന്നും ഇല്ലാത്ത മന്ത്രിമാർ ഇപ്പോഴും ഈ മന്ത്രിസഭയിലുണ്ട്. 21 പേരെയാണ് കേരളം ചുമന്നുകൊണ്ടിരിക്കുന്നത് മന്ത്രിമാരായി. അവരുടെ പരിവാരങ്ങളും അവരുടെ സംവിധാനങ്ങളും ഒക്കെ ആലോചിക്കുമ്പോൾ നികുതിദായകന്റെ പണം ഒഴുകി പോകുന്നതിന് കയ്യും കണക്കുമില്ല. ഒരു മന്ത്രിക്ക് ഹജ്ജ് കാര്യങ്ങളും റെയിൽവേയുടെയും ഒക്കെ ചുമതലയാണ്. ഒരു സംസ്ഥാന മന്ത്രിക്ക് റെയിൽവേയിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം മനസ്സിലാകും. എന്നാൽ അങ്ങനെയുള്ള ഒരു വകുപ്പാണ് ഒരു മന്ത്രിക്ക് കൊടുത്ത് അദ്ദേഹത്തെയും ഒരു മന്ത്രിസഭയിൽ അംഗമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിനും 20ലധികം ആളുകൾ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട്.
അദ്ദേഹത്തിന് സംസ്ഥാന സൗകര്യങ്ങളെല്ലാം മന്ത്രിയുടെ കൊടുത്തിട്ടുണ്ട്. സർക്കാർ ചെലവിൽ കെട്ടിടമുണ്ട്, വാഹനങ്ങളുണ്ട്, അകമ്പടിയുണ്ട്. ഈ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ കനത്ത തിരിച്ചടി വളരെ ഗൗരവമായ ചർച്ചയ്ക്ക് അവർ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്ത. പക്ഷേ ഇപ്പോഴും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മുഴുവൻ ആരോപണങ്ങളും വളരെ ശക്തമായി മുഖ്യമന്ത്രിക്കെതിരെ പല കോണുകളിൽ നിന്നും വന്നിട്ടും വെറും തിരുത്തൽ പ്രമാണവുമായിട്ടാണ് ഇപ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ വെറും കടലാസിന്റെ വില മാത്രമേ ആ തിരുത്തൽ രേഖയ്ക്ക് ഉണ്ടാവുകയുള്ളൂ. കുറെ സൈദ്ധാന്തികമായ കുറെ പ്രമാണങ്ങൾ താത്വികാചാര്യന്മാർ മാധ്യമങ്ങൾക്ക് വിളമ്പിക്കൊടുത്തുകൊണ്ട് ഞങ്ങൾ തിരുത്തും, ഞങ്ങൾ എല്ലാം പരിഹരിക്കും, ഞങ്ങൾക്ക് വോട്ട് കുറവ് ഞങ്ങൾ പരിഹരിക്കും, ഞങ്ങളുടെ പരാജയം ഞങ്ങൾ വിലയിരുത്തും എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ വളരെ പ്രധാനമായി നാം കാണേണ്ടത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് വെണ്ണീറായിരിക്കുന്ന CPM-ൽ ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന പ്രധാനമായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് അതിന്റെ കാരണക്കാരനെന്ന് പാർട്ടിക്കുള്ളിൽ നിന്നും പാർട്ടിക്ക് പുറത്തു നിന്നും സഖ്യകക്ഷികളിൽ നിന്നും ആരോപണം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി മാറിയല്ലാതെ ഇനിയും ശേഷിക്കുന്ന 2 വർഷക്കാലം ഈ മന്ത്രിസഭയ്ക്ക് സുഗമമായി പോകാൻ സാധ്യമല്ല. കടുത്ത ആരോപണങ്ങളാണ് ഈ മുഖ്യമന്ത്രിക്കെതിരായി വ്യക്തിപരമായി തന്നെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ, മറ്റു തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വളരെ വികൃതമായിരിക്കുന്ന ഈ മന്ത്രിസഭയുടെ മുഖം മാറണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം മാന്യമായി ഇത്രയും ആരോപണങ്ങളൊക്കെ വന്ന സാഹചര്യത്തിൽ ഒഴിഞ്ഞ് മറ്റാർക്കെങ്കിലും സ്ഥാനം കൊടുക്കുകയാണ് ഈ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അത് മിക്കവാറും പിണറായി വിജയനിൽ നിന്ന് അതാരും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അദ്ദേഹം ഇനിയുമുള്ള 2 വർഷക്കാലവും 22 കാറുകളുടെ അകമ്പടിയോടുകൂടി അദ്ദേഹം കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോവുകയും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഭാര്യയെയും കൊച്ചുമോനെയും ഒക്കെ കൂട്ടി വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുകയും ഈ പറഞ്ഞോണം നവകേരള സദസ്സ് നടത്തുക, അതുപോലെ ലോക കേരള സഭ നടത്തുക, അതുപോലെ കേരളീയം നടത്തുക. സർക്കാരിന്റെ ഖജനാവിൽ 5 പൈസ ഇല്ലെങ്കിലും പാവപ്പെട്ടവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലും പെൻഷൻകാർക്ക് കുടിശ്ശിക കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലും ആശുപത്രിയിൽ മരുന്ന് വാങ്ങിക്കാൻ കഴിയുന്നില്ലെങ്കിലും സുഖലോലുപനായി അധികാരത്തിന്റെ ശീതള ഛായയിൽ ഇനിയും 2 വർഷം കൂടെ തുടരുമെന്നുള്ള പ്രതിജ്ഞയോടുകൂടി ഇരിക്കുന്ന ശ്രീമാൻ പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിയിലൊന്നും മാറ്റമുണ്ടാകുമെന്ന് CPM-ഉം കരുതേണ്ടതില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിന് ആ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ വലിയ ഒരു തിരുത്തൽ പ്രമാണവും രേഖയുമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി പാർട്ടിയുടെ സെക്രട്ടറിയും പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാരും ഒക്കെ ഇപ്പോൾ തന്നെ അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. താമസിയാതെ ഒരു വലിയ തിരുത്തൽ പ്രമാണം മാധ്യമങ്ങളുടെ മുൻപിൽ വിളമ്പും. അത് കഴിഞ്ഞ് എല്ലാം ശരിയായി എന്ന് പറഞ്ഞ് അവർ ആളുകളെ ഒരു തരത്തിൽ കബളിപ്പിച്ചിട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അതിൻ്റെ ദുരന്തങ്ങളെല്ലാം കേരളത്തിലെ പൊതുസമൂഹം ഇനിയും 2 വർഷം കൂടി സഹിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ കനത്ത തിരിച്ചടി കൊണ്ട് ഇനിയും ഇവർ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ത്രിപുരയിലും ബംഗാളിലും ഉണ്ടായ അനുഭവം കേരളത്തിലെ CPM-നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.